പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ ക്രൂശിലെ മരണത്തോളം അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ അനുസരണത്തിൻ്റെ ഫലമായി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി യേശു കർത്താവിനെ പിതാവായ ദൈവം ഉയർത്തി. അങ്ങനെയാണെങ്കിൽ അനുസരിച്ചാൽ അനുഗ്രഹം ഉണ്ട്. ആ യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ നമുക്ക് മാതൃക വെച്ചേച്ചു പോയിരിക്കുന്ന ആ യേശു ക്രിസ്തു പൂർണ്ണമായി സകലവും അനുസരിച്ചതുപോലെ ഹൃദയപൂർവം നാം ഉപദേശങ്ങളെ അനുസരിക്കുമെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിന് അത് വലിയ അനുഗ്രഹമായിരിക്കും. ചില കാര്യങ്ങൾ അനുസരിപ്പാൻ നമുക്ക് ചില ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. എന്നാൽ എന്ത് ത്യാഗവും സഹിച്ച് നാം ദൈവത്തെ, യേശുക്രിസ്തുവിൻ്റെ വചനത്തെ, ഉപദേശത്തെ പൂർണ്ണമായി ഹൃദയപൂർവ്വം അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്കനുസരിക്കുവാനിടയായിത്തീരും. അനുസരിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-18 വചനങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, മുൻപേ നാം ഓരോരുത്തരും പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. എന്നാൽ ഇപ്പോൾ നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ റോമിലെ വിശ്വാസികളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം ചെയ്ത നന്മകളെ, ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നവരാണ്. എന്നാൽ എത്ര പേരാണ് ഞാൻ പാപത്തിന് ദാസനല്ല, പൂർണ്ണമായി നീതിക്ക് ദാസനായിരിക്കുന്നു, ദാസിയായിരിക്കുന്നു. ആയതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. എങ്ങനെ അത് സംഭവിക്കും? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചാൽ അങ്ങനെ സംഭവിക്കുവാനിടയായിത്തീരും. അതിന് മുൻപേ ചെയ്തു വന്ന പ്രവൃത്തികളെ അത് തന്നെയാണ് ശരിയെന്ന് നാം നമ്മെ തന്നെ ന്യായീകരിച്ച് മുൻപോട്ട് പോകാതെ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ നാം ഈ വേദപുസ്തകത്തിൽ കൂടി വായിക്കുമ്പോൾ, ദൈവദാസന്മാരിലൂടെ നാം കേൾക്കുമ്പോൾ, ദൈവശബ്ദം നാം കേൾക്കുമ്പോൾ, ആ വചനം നമ്മോട് ഇടപെടുമ്പോൾ ചോദ്യം ചെയ്യാതെ, അവിശ്വസിക്കാതെ, ഹൃദയപൂർവ്വം അനുസരിച്ച് അനുതാപത്തോടെ, ഹൃദയ നുറുക്കത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് തിരിയുമെങ്കിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ആ സ്വാതന്ത്ര്യം അങ്ങനെ ഉപയോഗിച്ച് നശിച്ചു പോകുന്നവരായിട്ടല്ല, നാം ഉടനെ തന്നെ നീതിക്ക് ദാസന്മാരായി തീരണം. ഹൃദയപൂർവ്വം വചനങ്ങളെ അനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി നമ്മിൽ ദൈവം സന്തോഷിക്കും. യേശു കർത്താവ് അതിനായിട്ട് വേണ്ടിയല്ലേ തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി നൽകിയത്? ഇനിയും പാപത്തിൽ ജീവിക്കുവാനല്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപമോചനം പ്രാപിക്കാതെ ഇന്നും പാപത്തിന് അടിമകളായി, ചില പാപ സ്വഭാവങ്ങൾക്ക് അടിമകളായി അതിൽ നിന്നൊരിക്കലും പുറത്തു വരുവാൻ കഴിയാതെ ആയിരിക്കുന്ന ദൈവമക്കളോട് കർത്താവ് പറയുന്നു, ഹൃദയപൂർവ്വം ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ അനുസരിക്കുക, വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, വചനം കേൾക്കുക.
ദൈവം എന്നോട് സംസാരിക്കുന്ന ബോധത്തോടെ നാം അനുസരിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായി തീർക്കും. എത്രമാത്രം ആഗ്രഹത്തോടെ ഉത്സാഹത്തോടെ നാം പാപത്തിൻ്റെ അടിമകളായി പാപ സ്വഭാവങ്ങൾ ചെയ്തുവോ, അതിലുപരിയായ ഉത്സാഹത്തോടെ വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആത്മീയ കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. ആയതിനാൽ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹൃദയപൂർവ്വം ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ അനുസരിക്കാം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനും ശരീരത്തിനും നമ്മുടെ കുടുംബത്തിനും ഈ ലോകത്ത് മാത്രമല്ല ആ സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്കിടയായി തീരും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഈ നാളുകളിൽ പാപത്തിൻ്റെ അടിമകളായി വീണ്ടും ജീവിക്കാതെ കർത്താവ് ഹൃദയപൂർവ്വ ഉപദേശത്തെ അനുസരിച്ച് കർത്താവെ നീതിക്ക് ദാസന്മാരായി കർത്താവെ അങ്ങയുടെ നല്ല ഭടന്മാരായി മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവരെ മാറുവാൻ വീണ്ടും ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.